സോ നമ്മൾ സെക്കൻഡ് റിവിഷനിലേക്കാണ് കിടക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് ഫോർ ഡിസ്കഷൻ എന്ന് പറയുന്നത് 3 മോഡ്യൂൾസുകളാണ്. കമ്മ്യൂണിക്കേഷൻ കോഴ്സിലെ ജേർണലിസം, പബ്ലിക് സ്പീക്കിംഗ്, EV8 ആയിരുന്നു ഒരു ടോപ്പിക്. ഫണ്ടമെന്റൽസിലെ 2 ടോപ്പിക്സുകളായിരുന്നു നമുക്ക് റിവിഷന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ ടോപ്പിക്കിൽ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ, പ്രോഗ്രാം പ്ലാനിങ്, അതിൽ വരുന്ന മീനിങ്, പ്രോസസ്, പ്രിൻസിപ്പിൾ, സ്റ്റെപ്സ്, ഇതായിരുന്നു കൂടുതലും ആദ്യത്തെ ഫണ്ടമെന്റൽസ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തത്. രണ്ടാമത്തെ ഫണ്ടമെന്റൽസ് ടോപ്പിക്കിൽ എക്സ്റ്റൻഷന്റെ ഹിസ്റ്ററി, പ്രിൻസിപ്പിൾസ്, എഡ്യൂക്കേഷൻ പ്രോസസ്സ്, ടീച്ചിങ് മെത്തഡ്സ്, ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ഫ്ലോ ഓഫ് പ്രസന്റേഷൻ കുറച്ച് ഡിഫറെന്റ് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റത്തെ പ്രസന്റേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസുകൾ ആഡ് ചെയ്തിട്ട് അതിനകത്ത് ഇൻ ബിറ്റ്വീൻ നമ്മുടെ തിയറി പോർഷൻസുകൾ റിക്കോൾ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പ്ലസ് ഡിസ്കസ് ചെയ്യാത്ത പോർഷൻസുകൾ ഇതിനകത്ത് സ്ട്രെസ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങളുടെ പ്രസന്റേഷൻസ്, അതായത് പ്രീവിയസ് ക്ലാസ്സസിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ചിന്തിക്കുന്ന രീതിയിൽ, ഇപ്പൊ എന്താണ് കോൺസെപ്റ്റ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്തിനാണ് നമ്മൾ ഈ കോൺസെപ്റ്റ് പഠിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവില്ല. അപ്പൊ ആ ഒരു ആംഗിളിൽ നിന്നിട്ടാണ് ക്വസ്റ്റ്യൻസുകൾ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഉസ്താദ് ഹോട്ടലിൽ പറയുന്നില്ല, കുക്ക് ചെയ്യാൻ പഠിപ്പിച്ചു, പക്ഷെ എന്തിനു കുക്ക് ചെയ്യണം എന്നുള്ളത് അറിയില്ല. ആ ഒരു സ്റ്റൈലിലാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ഫ്ലോ ഓഫ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസുകൾ ഓരോതായിട്ട് നോക്കാം. നിങ്ങൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്ത ടോപ്പിക്കുകളിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അതും ചോദിക്കുക കേട്ടോ. നിങ്ങൾക്കൊരു ഹോംവർക്ക് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു, അത് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ബീങ്സ് ഇൻ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ്. എന്തൊക്കെയാണ് ബിഹേവിയറൽ ചേഞ്ചസുകൾ? എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ബിഹേവിയറൽ ചേഞ്ചസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഏതൊക്കെയായിരുന്നു ബിഹേവിയറൽ ചേഞ്ചസുകൾ? ഒരു വ്യക്തിയുടെ നോളജിലുള്ള ചേഞ്ചുകളാണോ, ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡിലുള്ള ചേഞ്ച് ആണോ, ഒരു വ്യക്തിയുടെ സ്കില്ലിലുള്ള ചേഞ്ച് ആണോ, അത് ഇതിലെല്ലാം വരുമോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. ഉത്തരം അറിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ആൻസർ പറഞ്ഞോ. നമുക്ക് തെറ്റ് പറ്റുമ്പോൾ നമ്മൾ അത് കറക്റ്റ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ എളുപ്പം നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആവും. അറ്റംപ്റ്റ് ചെയ്യാതെ ഇരിക്കുന്നതിനനുസരിച്ച് നമുക്ക് പേടി കൂടുകയാണ് ചെയ്യുക ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ. എന്താണ്? ഓൾ ഓഫ് ദി എബോവ് ആണ് വരുന്നത്. നമ്മൾ ഫാക്ട്സുകൾ, വെറും ഇൻഫർമേഷൻ, ഇതുപോലത്തെ സ്കീമുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര വായ്പ കിട്ടും, അതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് ചേഞ്ച് ഇൻ നോളജ് ആണ്. അപ്പൊ അവർക്ക് അറിവ് കിട്ടി. ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റിനോട് അവർക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കൂടുതൽ അവരുമായിട്ട് സംസാരിച്ച് അവരുടെ ആറ്റിറ്റ്യൂഡുകൾ ചേഞ്ച് ചെയ്യുന്നത് ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ്, അതും ബിഹേവിയറൽ ചേഞ്ചസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ചേഞ്ച് ഇൻ സ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകം കാര്യം ചെയ്യാൻ അറിയില്ല, അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് മാത്രമല്ല കേട്ടോ, അവരുടെ അണ്ടർസ്റ്റാൻഡിങ്, അതിനെ പറ്റിയുള്ള ഒരു ധാരണ, അതേപോലെ തന്നെ അവരുടെ ലക്ഷ്യം. വെറുതെ ഒരു സീസണിൽ ഒരു ക്രോപ്പ് ചെയ്തിട്ട് കുറച്ച് ഹാർവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് ഈൽഡ് ഉണ്ടാക്കുക എന്നുള്ളതിനുപരി കുറച്ചും കൂടെ അവരുടെ ഉള്ളിലേക്ക് അഗ്രി ബിസിനസ് മോഡോ അല്ലെങ്കിൽ അഗ്രി ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള തലത്തിലേക്ക് അവരെ ഉയർത്തുക. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ബിഹേവിയറൽ ചേഞ്ചസിൽ വരും കേട്ടോ. നോളജ്, സ്കില്ല്, ആറ്റിറ്റ്യൂഡ്, അണ്ടർസ്റ്റാൻഡിങ്, ഗോള്, കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഫണ്ടമെന്റൽസ് ക്ലാസ്സിൽ. അപ്പൊ ആൻസർ ഓൾ ഓഫ് ദി എബോവ് ശരിയാണ് കേട്ടോ ഉത്തരം. അടുത്ത ചോദ്യം, നിങ്ങൾക്ക് പ്രിൻസിപ്പിൾസ് ശരിയായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പഞ്ചായത്ത്, ബ്ലോക്ക് സമിതീസ്, ജില്ലാ പരിഷത്ത് ഫുൾഫിൽസ് എ നീഡ് ഓഫ് ഫോളോയിങ് പ്രിൻസിപ്പിൾ. 4 പ്രിൻസിപ്പിൾസ് താഴെ കൊടുത്തിട്ടുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ലീഡർഷിപ്പ്, ഗ്രാസ് റൂട്ട്, ഡെമോക്രാറ്റിക് അപ്രോച്ച്, ഹോൾ ഫാമിലി അപ്രോച്ച്. ഇതിൽ ഏത് പ്രിൻസിപ്പിൾ ആയിട്ടാണ് ഈ ഒരു ചോദ്യം കൂടുതൽ അലൈൻ ചെയ്യുന്നത്? നാട്ടിലെ പഞ്ചായത്തും ബ്ലോക്കില് എല്ലാ പഞ്ചായത്ത് സമിതികളും ജില്ലാ പഞ്ചായത്തൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഏത് എക്സ്റ്റൻഷൻ പ്രിൻസിപ്പളിന്റെ അടിസ്ഥാനത്തിലാണ്? ഗ്രാസ് റൂട്ട് പ്രിൻസിപ്പിൾ. ഡെമോക്രാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചായിരുന്നോ? ശരിക്കും ഒന്ന് റീകോൾ ചെയ്തേ. നമ്മൾ അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ ഉൾപ്പെടുത്തിയിട്ടില്ല അല്ലെ? ക്വസ്റ്റ്യൻസ് എപ്പോഴും വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. പെട്ടെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ള രീതിയിലായിരിക്കും ഓപ്ഷൻസുകൾ സെറ്റ് ചെയ്യുക. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഗ്രാസ് റൂട്ട് ലെവൽ. അതായത് ഓരോ ലെവലിലും ഓരോ ആവശ്യങ്ങളാണുള്ളത്.
അല്ലെ? നമ്മുടെ ഗ്രാമങ്ങളിലുള്ള ആവശ്യങ്ങളായിരിക്കില്ല ചിലപ്പം മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലുള്ള ആവശ്യങ്ങൾ. അപ്പോൾ ആ ഒരു ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബോഡീസുകൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അവരുടെ ഇൻട്രസ്റ്റുകൾ ഗ്രാസ് റൂട്ട് ലെവൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പറയുന്ന ഓഫീസുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഗ്രാസ് റൂട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ബാക്കി ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ആയിരുന്നു? നമ്മൾ 12 പ്രിൻസിപ്പിൾസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് നീഡ്സ്, ഫാമേഴ്സിന്റെ ആവശ്യങ്ങളും അവരുടെ താല്പര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാണ്ട് നമ്മുടെ എക്സ്റ്റൻഷൻ ഓഫീസേഴ്സിന്റെയോ ഗവൺമെന്റിന്റെയോ ഇൻട്രസ്റ്റിന്റെ ബേസിസിലല്ല സെറ്റ് ചെയ്യുക. ഗ്രാസ് റൂട്ട് പ്രിൻസിപ്പലിന്റെ ഉദാഹരണം മനസ്സിലായല്ലോ. അതായത് ഇതുപോലെയുള്ള ബോഡീസുകളൊക്കെ ത്രൂ ആണ് നമ്മൾ പല എക്സ്റ്റൻഷൻ പ്രോഗ്രാംസുകളും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് അവരുടെ ആവശ്യങ്ങളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യാന്ന ഉദ്ദേശത്തോടെയാണ് ഗ്രാസ് റൂട്ട് പ്രിൻസിപ്പിൾ ആക്ച്വലി ഉള്ളത്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് കൾച്ചറൽ ഡിഫറൻസിൽ എന്താണ് പറയുന്നത്? നമ്മളാകുന്ന എക്സ്റ്റൻഷൻ പ്രൊഫഷണലും ഫാമേഴ്സും തമ്മിൽ ധാരാളം കൾച്ചറൽ ഡിഫറൻസുകൾ ഉണ്ടാകും. അപ്പോൾ അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് വേണം പ്രോഗ്രാംസുകൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. കൾച്ചറൽ ചേഞ്ചിന് വഴി ഉണ്ടാക്കണം. പിന്നെ കോപ്പറേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ, ജനങ്ങളുടെ പാർട്ടിസിപ്പേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റുള്ള ലൈൻ ഡിപ്പാർട്ട്മെന്റ്സിന്റെ കോപ്പറേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഒറ്റ ബോഡി ആയിട്ട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ലേണിംഗ് ബൈ ഡൂയിങ് ആൻഡ് സീയിങ് ഈസ് ബിലീവിങ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ, അവർ ചെയ്യുന്ന അനുസരിച്ച് കാര്യങ്ങൾ പഠിക്കും. അതുപോലെ തന്നെ കാണുന്ന കാര്യങ്ങൾ പഠിക്കാനുള്ള ടെൻഡൻസിയും കൂടുതലാണ്. അപ്പൊ നിങ്ങളൊരു പ്രോഗ്രാമിന്റെ നിങ്ങളിപ്പോ ഇങ്ങനെ കമ്മ്യൂണിറ്റി പോൺസുകളൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ് എന്ന് സോയിൽ കൺസർവേഷൻ ഓഫീസർ പറയാണ്. പക്ഷെ ആ കമ്മ്യൂണിറ്റി പോണ്ട് അവിടെ വന്നത് കാരണം എത്രത്തോളം അഗ്രികൾച്ചർ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റി, എത്രത്തോളം ഏരിയയിലേക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് അവർക്ക് ബോധ്യമാവാൻ പറ്റുമെങ്കിൽ, സീയിങ് ഇസ് ബിലീവിങ്, അത് നടക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ള ഓപ്പറേഷൻസുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ് ആൻഡ് സീയിങ് ഇസ് ബിലീവിങ് എന്ന് പറയുന്നത്. അഡാപ്റ്റബിലിറ്റി പ്രിൻസിപ്പിൾ എന്തായിരുന്നു? വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസുകളാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ. അത് അഡാപ്റ്റബിൾ ആയിരിക്കണം, അല്ലെ? ഓരോ സിറ്റുവേഷനിൽ ആലപ്പുഴ വർക്ക് ചെയ്യുന്ന സാധനം ഒരു മെത്തഡോ പ്രിൻസിപ്പളോ ചിലപ്പോൾ നമുക്ക് ഇടുക്കിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അഡാപ്റ്റബിലിറ്റി പ്രിൻസിപ്പിൾ ശ്രദ്ധിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് ലീഡർഷിപ്പ് എന്താണ്? അപ്പം നമ്മള് ഒരു ലീഡർ ആണ്, അല്ലെ? നമ്മളൊരു ഫോർമൽ ആയിട്ടുള്ള ഒരു ലീഡർ ആണ്. ഇഫ് യു ആർ പോസ്റ്റഡ് ആസ് എ സോയിൽ കൺസർവേഷൻ ഓഫീസർ, നിങ്ങളൊരു ഓഫീസ് ബെയറർ ആണ്, നിങ്ങളൊരു ഫോർമൽ ലീഡർ ആണ്. അപ്പം പ്രിൻസിപ്പിൾ ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഓരോ മനുഷ്യരിലും ലീഡർഷിപ്പ് ക്വാളിറ്റി ഇൻസ്റ്റിൽ ചെയ്യുക, അവരെല്ലാവരും ലീഡർ എന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾ ഒരു കോസ്മോപൊളൈറ്റ്, ഒരു പുറത്തുനിന്നുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങളുടെ പറയുന്ന കാര്യങ്ങൾക്കുള്ള സ്വീകാര്യത, അതേപോലെ തന്നെ ആ നാട്ടിലുള്ള ഒരു വ്യക്തി പറയുന്ന നുള്ള സ്വീകാര്യതയും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലെ? ലോക്കൽ ലീഡേഴ്സ് പറയുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാർക്ക് വിശ്വാസം കൂടുതലായിരിക്കും. അപ്പൊ ആ ലോക്കൽ ലീഡേഴ്സിനെ അല്ലെങ്കിൽ ജനങ്ങളെ ലോക്കൽ ലീഡേഴ്സ് പോലെ ആക്കി 4 ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീഡർഷിപ്പിൽ പറയുന്നത്. ഹോൾ ഫാമിലി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു വ്യക്തിയിൽ മാത്രം, ഫാമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും ജെൻസിനെ ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, ആ വീട്ടിലെ സ്ത്രീകൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്, കുട്ടികൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഹോൾ ഫാമിലിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം പ്രോഗ്രാംസുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ. അതാണ് ഹോൾ ഫാമിലി പ്രിൻസിപ്പൽ. കോർഡിനേഷൻ ആൻഡ് കൊളാബറേഷൻ, നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിനെ നിരന്തരം കോർഡിനേറ്റ് ചെയ്യാൻ പറ്റണം. പ്രിൻസിപ്പിൾ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്താണ് പറയുന്നത്? അതായത് നമ്മൾ എന്ത് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്താലും അൾട്ടിമേറ്റ്ലി ഫാമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. പ്രിൻസിപ്പിൾ ഓഫ് ഇവാലുവേഷൻ പറയുന്നത് ഏതൊരു പ്രോഗ്രാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താലും അതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ നിങ്ങളുടെ മാർക്സ് എത്രയാണോ നിങ്ങൾക്ക് പേപ്പറിൽ കിട്ടുന്നത്, അതാണ് നിങ്ങൾക്ക് ഇവാലുവേഷൻ, അല്ലെ? നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിരന്തരം ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് പ്രോഗ്രാംസുകൾ ഇംപ്ലിമെന്റ് ചെയ്താലും അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റണം. ഇതാണ് നമ്മുടെ 12 പ്രിൻസിപ്പിൾസ്. അതൊന്നും കൂടെ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസ്. പലതരത്തിലുള്ള എക്സ്റ്റൻഷൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? നമ്മൾ ടൈപ്സ് ഓഫ് എക്സ്റ്റൻഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിന്റെ ഫീച്ചർ എന്താണ്? ടെക്നോളജി ജനറേഷൻ, ട്രാൻസ്ഫർ ആൻഡ് അഡോപ്ഷൻ, ഡ്രോയിങ് അറ്റൻഷൻ, ക്രിയേറ്റിംഗ് ഇൻട്രസ്റ്റ് ആൻഡ് ടേക്കിംഗ് ആക്ഷൻ, ടീച്ചിങ്, റിസർച്ച് ആൻഡ് എക്സ്റ്റൻഷൻ, പെർസെപ്ഷൻ, ഡെലിബറേഷൻ ആൻഡ് ആക്ഷൻ. വെരി ഗുഡ്. ടീച്ചിങ്, റിസർച്ച് ആൻഡ് എക്സ്റ്റൻഷൻ ആണ്. ഇതേപോലെ ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് നമ്മുടെ KVK. KVKയുടെ ഫീച്ചർ എന്തായിരിക്കും? ചെറിയൊരു വ്യത്യാസം. ടെക്നോളജി ജനറേഷൻ, ട്രാൻസ്ഫർ എല്ലാം അവിടെ നടക്കുന്നുണ്ട്.
ടെക്നോളജി ഡെവലപ്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു രീതി ഉണ്ട്. എങ്ങനെ നമ്മളൊരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ട് നമ്മുടെ ഫാമേഴ്സിലേക്ക് എത്തിക്കുന്നത്. ശരിയാണ് കേട്ടോ. ടെക്നോളജി ജനറേഷൻ, ട്രാൻസ്ഫർ, അഡോപ്ഷൻ, ഇതൊക്കെ KVKയുടെ ഫീച്ചേഴ്സ് ആയിട്ട് വരും. അതേപോലെ തന്നെ ട്രെയിനിങ്, റിസർച്ച് ആൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതും ശരിയാണ് കേട്ടോ. അപ്പൊ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് തന്നിട്ട് നിങ്ങളോട് അതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പൊ ടീച്ചിങ്ങിന്റെ സ്ഥാനത്ത് ട്രെയിനിങ്ങിന് കൊടുത്തിട്ട് ആണെങ്കിൽ A and C ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരും കേട്ടോ. വെരി ഗുഡ്. അടുത്ത ചോദ്യം, ഫോർ എഫക്റ്റീവ് ടീച്ചിങ് വൺ മസ്റ്റ് യൂസ്. ടീച്ചിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്ത്, പ്രിൻസിപ്പിൾ അല്ല, എഫക്റ്റീവ് ടീച്ചിങ്ങിനുള്ള ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അതിനകത്ത് വിഷ്വൽ എയ്ഡ്സുകൾ യൂസ് ചെയ്യുക, ഓഡിയോ എയ്ഡ്സുകൾ യൂസ് ചെയ്യുക, പ്രിന്റഡ് ലിറ്ററേച്ചേഴ്സ് യൂസ് ചെയ്യുക, കോമ്പിനേഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് എയ്ഡ്സ്. ഏതാണ് ഒരു എഫക്റ്റീവ് ടീച്ചിങ്ങിന് ഹെൽപ്ഫുൾ ആയിരിക്കുന്നത്? വെരി ഗുഡ് അല്ലെ. ഐഡിയൽ ആയിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഇല്ല. അതാണ് നമ്മൾ എക്സ്റ്റൻഷനിൽ പറയുന്നത്. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? കോമ്പിനേഷൻസുകൾ യൂസ് ചെയ്യണം. നമ്മുടെ മുന്നിൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള ഫാമേഴ്സ് ആണോ, ഇലിറ്ററേറ്റ് ആണോ, അല്ലെങ്കിൽ നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ള ഫിസിക്കൽ ഫെസിലിറ്റീസുകൾ ഉണ്ടോ, എത്ര ഓഡിയൻസിനെ ആണോ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമൈൻ സെലക്ഷൻ ഓഫ് എക്സ്റ്റൻഷൻ ടീച്ചിങ് മെത്തേഡ്. അപ്പൊ നമ്മൾ പല സ്ഥലത്തും കോമ്പിനേഷൻസുകളാണ് യൂസ് ചെയ്യുക. ഒരു മെത്തേഡ് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യില്ല. അടുത്ത ചോദ്യം, ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ. അത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഹെൽപ്പ് ടു ദോസ് ഹു ഹെൽപ്പ് ദംസെൽസ്. അതായത് ഇപ്പൊ നമ്മൾ ഒരാളെ കോണ്ടാക്ട് ചെയ്തു എന്ന് വിചാരിക്കാം, ഒരു ഫാമറിനെ കോണ്ടാക്ട് ചെയ്തു, അയാള് കിട്ടിയ വിവരങ്ങളൊക്കെ അയാളുടെ ഉള്ളിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ അത് കേട്ടു അത് മറന്നു കളഞ്ഞു. അപ്പൊ നമ്മൾ ചെയ്ത പ്രോഗ്രാമിന്റെ ഇതെന്താണ്, ഔട്ട്പുട്ട് എന്താണ്? ബേസിക്കലി നൾ എഫക്റ്റ് ആണ്, പ്രത്യേകിച്ച് ഒരു വ്യത്യാസം വന്നില്ല. അപ്പം എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അവരെ തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അവരെ കൊണ്ട് അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിഗർ, ഒരു ചെറിയൊരു സ്പാർക്ക്, കാറ്റലിസ്റ്റിന്റെ റോളില്ലേ, അതാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ആൾക്കാരെ സ്വയം അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിഗർ, ഒരു കാറ്റലിസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഹെൽപ്പ് ടു ദോസ് ഹു ഹെൽപ്പ് ദംസെൽസ്. നമ്മൾ നമ്മുടെ കയ്യിലുള്ള ടെക്നോളജി നമുക്ക് മാത്രം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ ഡെവലപ്പ് ചെയ്യില്ല. അപ്പോൾ ഇപ്പൊ ഒരു അസുഖം വന്നു, അപ്പൊ നമ്മൾ നമ്മുടെ ഫീൽഡിൽ മാത്രം മരുന്നടിച്ചു, അപ്പുറത്തുള്ള ഫീൽഡിൽ മരുന്നടിച്ചിട്ടില്ല. അപ്പൊ എന്ത് സംഭവിക്കും? അവിടുന്ന് പിന്നെയും തിരിച്ചു വരും. നമ്മൾ ചെയ്ത ടെക്നോളജി യൂസ്ഫുൾ അല്ലാന്ന് ഫാമേഴ്സ് തന്നെ ഒപ്പൈൻ ചെയ്യും. ഹെൽപ്പ് ടു ദോസ് ഹു ഹെൽപ്പ് ദംസെൽസ്. അവരെ ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ ചുറ്റുമുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ കേട്ടോ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ. പിന്നെ പുവർ ആയിട്ടുള്ള ആൾക്കാരെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ ഒരു ടൈപ്പ് ഓഫ് എക്സ്റ്റൻഷൻ ഉണ്ട്. അതിനെ നമ്മൾ ഇമാൻസിപ്പേറ്ററി എക്സ്റ്റൻഷൻ എന്ന് പറയൂ കേട്ടോ. EMANCIPATORY, ഇമാൻസിപ്പേറ്ററി എക്സ്റ്റൻഷൻ. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന എക്സ്റ്റൻഷനെ ഫോർമേറ്റീവ് എക്സ്റ്റൻഷൻ എന്ന് പറയും. HRD, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് ഫോർമേറ്റീവ് എക്സ്റ്റൻഷൻ എന്ന് പറയും. അപ്പൊ അങ്ങനെ ധാരാളം ഡയമെൻഷൻസുകൾ ഉണ്ട് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷന്. ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ പെർസുവേസീവ് എക്സ്റ്റൻഷൻ, പല പോളിസികളും സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ നിരന്തരം ക്യാമ്പയിൻ, ഇപ്പോൾ ഗവൺമെന്റ് കുറെ കാര്യങ്ങൾ ചെയ്യും, അത് നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് ഇതാക്കും. നമ്മളൊരു പൊസിഷനിൽ എത്തുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടി വരും. അത് അവരെ ഇങ്ങനെ പെർസുവേഡ് ചെയ്യുക, അങ്ങനത്തെ പെർസുവേസീവ് എക്സ്റ്റൻഷൻ ഉണ്ട്. ഇന്ത്യയിൽ കൂടുതലും ഇൻഫോർമേറ്റീവ് എക്സ്റ്റൻഷൻ, അവർക്ക് വേണ്ട വിവരങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ള തരത്തിലുള്ള എക്സ്റ്റൻഷൻ ആണ് ചെയ്യാറ്. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ബ്രോഡ് ബേസ്ഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ബ്രോഡ് ബേസ്ഡ് എക്സ്റ്റൻഷൻ, BBE. എന്തായിരുന്നു ബ്രോഡ് ബേസ്ഡ് എക്സ്റ്റൻഷൻ? ബ്രോഡ് ബേസ്ഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പം പ്രൊഡക്ഷൻ മാത്രം കൂട്ടുക, ക്രോപ്പ് എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കാണ്ട് ക്രോപ്പിന്റെ കൂടെ ചിലപ്പം ലൈഫ് സ്റ്റോക്കിന്റെ യൂണിറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അലൈഡ് ആയിട്ടുള്ള എന്റർപ്രൈസുകളും ഉണ്ടാകും. അപ്പൊ അതിനെല്ലാം ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ ഫാം പ്ലാൻ പോലെയൊക്കെ ഡെവലപ്പ് ചെയ്ത് എല്ലാത്തിനെയും അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ബ്രോഡ് ബേസ്ഡ് എക്സ്റ്റൻഷൻ കേട്ടോ. അടുത്ത ചോദ്യം, മോസ്റ്റ് യൂസ്ഫുൾ ലീഡർ ഓഫ് അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ലീഡർ ഏതാണ്? ഈ കിട്ടുന്ന അഡീഷണൽ പോയിന്റ്സുകൾ നിങ്ങൾ നോട്ട് ചെയ്യണേ. എനിക്ക് ആദ്യം തന്നെ പറയാൻ ഞാൻ വിട്ടുപോയി, കയ്യിൽ ഒരു സ്ക്രിബ്ലിംഗ് പാഡ് എന്തെങ്കിലും നോട്ട്ബുക്ക് ഉണ്ടാവണം. അഡീഷണൽ കിട്ടുന്ന ഇൻഫർമേഷൻസുകൾ നോട്ട് ചെയ്യുക കേട്ടോ. മോസ്റ്റ് യൂസ്ഫുൾ ലീഡർ ഓഫ് അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ. വോളണ്ടറി ലീഡർ ആണോ, ബ്യൂറോക്രാറ്റിക് ലീഡർ ആണോ, ഓട്ടോക്രാറ്റിക് ലീഡർ ആണോ, ഡെമോക്രാറ്റിക് ലീഡർ ആണോ?
വോളണ്ടറി ലീഡർ ആണ്. വെരി ഗുഡ്. വോളണ്ടറി ലീഡർ അല്ലെ? സ്വയം കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഇതാക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷനിൽ ഏറ്റവും നമുക്ക് ആവശ്യമുള്ളതും ഉപകാരപ്രദമായിട്ടുള്ളതും. ബ്യൂറോക്രാറ്റിക് എന്ന് പറഞ്ഞിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാരാണ്. ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതും കൈൻഡ് ഓഫ് ബ്യൂറോക്രാറ്റിക് ലൈനിൽ തന്നെയാണ്. നമ്മുടെ അഡോൾഫ് ഹിറ്റ്ലർ ആണ് ഞാൻ കൂടുതലും എക്സാമ്പിൾ ആയിട്ട് പറയാറ്. ഡെമോക്രാറ്റിക് ലീഡർ എന്ന് പറയുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ നമുക്ക് ഫീൽഡ് ലെവലിൽ വോളണ്ടറി ലീഡേഴ്സിനെയാണ് ആവശ്യമുള്ളത്. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ, ലീഡേഴ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് പല മെത്തേഡുകളുണ്ട്. ഓർമ്മയുണ്ടോ? ലീഡേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ള മെത്തേഡുകൾ ഒരുപാട് ഫാമേഴ്സുകളുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ലീഡേഴ്സുകളെ നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കും? കമ്മ്യൂണിക്കേഷനിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്ച്വലി കഴിഞ്ഞ പ്രസന്റേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്ത ഒരു ടോപ്പിക് ആയിരുന്നു. കമ്മ്യൂണിക്കേഷൻ കോഴ്സിൽ ഞാൻ ചെറുതായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? 3 മെത്തേഡ്സുകൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പെൻടാബിന് ചെറിയ ഇഷ്യൂ ഉണ്ട്. അത് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒരു പ്രോബ്ലം റെക്ടിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോഷ്യോമെട്രിക് മെത്തേഡ്, സെൽഫ് ഡെസിഗ്നേറ്റിംഗ് മെത്തേഡ്, കീ ഇൻഫോർമന്റ് റേറ്റിംഗ് മെത്തേഡ്. 3 മെത്തേഡ്സുകൾ ഏതൊക്കെയായിരുന്നു? സോഷ്യോമെട്രിക്, സെൽഫ് ഡെസിഗ്നേറ്റിംഗ്, കീ ഇൻഫോർമന്റ് റേറ്റിംഗ് മെത്തേഡ്. സോഷ്യോമെട്രിക് മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഒരു വ്യക്തിയോട് ചോദിച്ചു, വിദ്യാഭ്യാസനോട് ചോദിച്ചു കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നത് ആരെടുത്തുനിന്നാണ്. അപ്പൊ വിദ്യാഭ്യാസം കുറച്ച് പേരുകൾ പറഞ്ഞു, ദീപിക, ഊർമിള, താഹിറ എന്നൊക്കെ പറഞ്ഞിട്ട് പേര് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ പറയുന്ന ആൾക്കാരുടെ അടുത്ത് പോയി. അപ്പൊ അവര് കൂടുതൽ ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളത് പറയുന്നു എന്നോട്. അങ്ങനെ ഞാൻ ഈ ഡോട്ട്സുകളൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒരാളുടെ അടുത്ത് നിന്ന് ആയിരിക്കും കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നത്. അപ്പൊ അയാളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്നു. അങ്ങനെ ഒരു ഡയഗ്രാം പോലെയൊക്കെ വരച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആൾക്കാരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. കുറച്ച് പണിയുള്ള മെനക്കേടാണ്. സോഷ്യോഗ്രാം അങ്ങനെ ഉണ്ടാക്കുന്ന ഡയഗ്രത്തിനെയാണ് സോഷ്യോഗ്രാം എന്ന് പറയുന്നത്. അത്തരത്തിൽ നമ്മളിങ്ങനെ സ്റ്റാറുകളെയും ഐസൊലേറ്റുകൾ, അധികം ആൾക്കാരോട് സംസാരിക്കാത്ത ആൾക്കാരെയാണ് ഐസൊലേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് സോഷ്യോമെട്രിക് മെത്തേഡ്. സെൽഫ് ഡെസിഗ്നേറ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫോം കൊടുക്കുന്നു അവർക്ക്, എന്നിട്ട് നിങ്ങൾ എത്രത്തോളം നിങ്ങളെ ഒരു ലീഡർ ആയിട്ട് കാണുന്നു എന്ന് അവർ തന്നെ ആ ഫോമിൽ പല പല ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും, അതിന് ഉത്തരങ്ങൾ കൊടുക്കുന്നു. ഈ ഇൻഫോർമന്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെയുള്ള വാർഡ് മെമ്പറോ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയോട് ചോദിക്കുന്നു, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനായിട്ട് പാകമുള്ള അല്ലെങ്കിൽ ഏബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആരാണെന്ന് നിങ്ങൾ പറഞ്ഞുതരാം. അതാണ് ഈ ഇൻഫോർമന്റ് റേറ്റിംഗ് മെത്തേഡ്. ഈ ഇൻഫോർമൻസുകൾ പല ആൾക്കാരുണ്ടാവും, ഒരു വ്യക്തിനെ മാത്രം നമ്മൾ ആശ്രയിക്കില്ല. പല ആൾക്കാരും അഗ്രികൾച്ചർ ഓഫീസേഴ്സിനോട് ചോദിച്ചേക്കാം. അങ്ങനെ പല ആൾക്കാർ പറയുന്ന അഭിപ്രായത്തിന്റെ ബേസിസിൽ നമ്മൾ ലീഡേഴ്സിനെ സെലക്ട് ചെയ്യുന്നു. അപ്പൊ ഏതൊക്കെ മെത്തേഡ്സ്? സോഷ്യോമെട്രിക് ഉണ്ട്, പിന്നെ സോഷ്യോമെട്രിക് ഇപ്പൊ തന്നെ പഠിച്ചു പോവാ. സെൽഫ് ഡെസിഗ്നേറ്റിംഗ് മെത്തേഡ് ഉണ്ട്. മൂന്നാമത്തെ മെത്തേഡ് കീ ഇൻഫോർമന്റ് റേറ്റിംഗ്. സോഷ്യോമെട്രിക് മെത്തേഡിൽ നമ്മളിങ്ങനെ കുറെ ഡോട്ട്സുകൾ കണക്ട് ചെയ്ത് ഒരു ഡയഗ്രം ഉണ്ടാക്കും. ആ ഡയഗ്രത്തിന് പറയുന്ന പേര് സോഷ്യോഗ്രാം. വെരി ഗുഡ്. തീരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത വ്യക്തികളെ നമ്മൾ ഒരു പേരെടുത്ത് വിളിക്കും. എന്താ വിളിക്കുക? കമ്മ്യൂണിക്കേഷനിൽ അധികം ഏർപ്പെടാണ്ട് മാറി നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? ഐസൊലേറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഐസൊലേറ്റ് എന്ന് വിളിക്കും അല്ലെ? നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആൾക്കാരുമായിട്ട് നല്ലൊരു ഇന്ററാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നവരെ എന്ത് വിളിക്കും? എന്ത് വിളിക്കും? സ്റ്റാർ കേട്ടോ. കൂടുതൽ ആൾക്കാരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ സ്റ്റാർ എന്ന് വിളിക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആസ് എ റിസൾട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് അഗ്രികൾച്ചർ വാസ് മെയ്ഡ് എ സ്റ്റേറ്റ് സബ്ജക്ട് ഡ്യൂറിംഗ് ദി ഇയർ. നമുക്ക് കുറച്ച് ഹിസ്റ്ററി പഠിക്കാനുണ്ട് അല്ലെ എക്സ്റ്റൻഷനിൽ. അത് പല പല ചോദ്യങ്ങളിലൂടെ നമുക്ക് പഠിക്കാം കേട്ടോ. അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് സബ്ജക്ട് ആക്കിയത് എപ്പോഴായിരുന്നു? നെയിം റാറ്റ്സ് കൊണ്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇപ്പൊ പഞ്ചാബിലും ഹരിയാനയിലും ചെയ്യുന്ന ക്രോപ്പുകളൊക്കെ നമുക്ക് കേരളത്തിൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറ്റു സ്ഥലത്ത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. വൺ സൈസ് ഫിറ്റ്സ് ഓൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു ടീഷർട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ സൈസ് ആയിരിക്കുമോ? അല്ല. അപ്പൊ ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ ഒരു ഡിഫറെന്റ് ഇത് വേണം. അഗ്രികൾച്ചർ ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിട്ട് കണക്കാക്കണം എന്ന് പറഞ്ഞത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്
1919. അത് വന്നതിൽ പിന്നെയാണ് അഗ്രികൾച്ചറിനെ ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ് ചെയ്തത്. അത് ഓർത്തു വെക്കുക കേട്ടോ. അടുത്തത്, നമ്പർ ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രീംസ് presently engaged in extension work and transfer of technology in agriculture. TOT എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ USA കടം എടുത്തൊരു രീതി, അല്ലെങ്കിൽ USA പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്തത് അല്ലെ. അവിടെ ഒരു എഡ്യൂക്കേഷൻ സ്റ്റൈലിലായിരുന്നു ഇംപ്ലിമെന്റ് ചെയ്തത്. ടെക്നോളജി ജനങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയുള്ള ഒരു രീതിയായിരുന്നു JP ലീഗൻസ് പറഞ്ഞത്. ആ പ്രാക്ടീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്. ഒരു PSC എക്സാമിന് വന്ന ചോദ്യമാണ് കേട്ടോ. TOT എന്ന് പറയുന്നതാണ് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന രീതി. ഇന്ത്യയിൽ ഈ പറയുന്ന എക്സ്റ്റൻഷൻ വർക്കും TOT ഫോളോ ചെയ്യുന്ന എത്ര ഓർഗനൈസേഷണൽ സ്ട്രീമുകൾ നമുക്ക് പഠിക്കാനുണ്ട്? സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, നമ്മൾ UGയിൽ പഠിച്ചിട്ടുള്ളതാണ്. ചോദ്യം ചോദിക്കുന്നതേ ഫസ്റ്റ് ലൈൻ എക്സ്റ്റൻഷൻ സിസ്റ്റം ഏതൊക്കെയാണെന്നാണ്. കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ചോദിച്ചത്. എത്ര ഫസ്റ്റ് ലൈൻ എക്സ്റ്റൻഷൻ സിസ്റ്റം ആയിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്? 4 ആണോ 5 ആണോ 6 ആണോ 8 ആണോ? ഉത്തരം 4 ആണ്. ഏതൊക്കെയായിരുന്നു? എക്സ്റ്റൻഷൻ വർക്ക് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ഇന്ത്യയിൽ ചെയ്യുന്ന 4 സ്ട്രീമുകളാണ്. ICR, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, വോളണ്ടറി ഓർഗനൈസേഷൻ. ഫസ്റ്റ് ലൈൻ എക്സ്റ്റൻഷൻ സിസ്റ്റം ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ 4 എണ്ണമാണ്. ഏതൊക്കെയാണ്? ICR, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, വോളണ്ടറി ഓർഗനൈസേഷൻ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഫ്രണ്ട് ലൈൻ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ഫ്രണ്ട് ലൈൻ എക്സ്റ്റൻഷൻ? നമുക്ക് ഒരുപാട് ടെക്നോളജികൾ ഉണ്ട് അല്ലെ, നല്ല നല്ല ടെക്നോളജീസുകൾ ഉണ്ട്. ആ ടെക്നോളജികൾ സയന്റിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? ഫാമേഴ്സിന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഫാമേഴ്സ് സയന്റിസ്റ്റിന്റെ പ്രസൻസിൽ നമ്മൾ ആ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ട് ലൈനിൽ വരുന്നത് കേട്ടോ. ഫസ്റ്റ് ലൈൻ എക്സ്റ്റൻഷൻ സിസ്റ്റം ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? ICR, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, വോളണ്ടറി ഓർഗനൈസേഷൻ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വോളണ്ടറി ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് ചില സ്ഥാപനങ്ങളുണ്ട്. അതായത് ഇപ്പം നമ്മുടെ NGOs ഒക്കെ ഇല്ലേ, അതിനകത്ത് വരുത്താം. MSSRFന്റെയും അതേപോലെ തന്നെ മിത്ര നികേതനും ഒരുപാട് അതുപോലെയുള്ള ഓർഗനൈസേഷൻസുകളുണ്ട്. ബ്രഹ്മഗിരി അസോസിയേഷൻ ഉണ്ട്. അതുപോലെ ഇങ്ങനെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കുറെ സൊസൈറ്റീസുകളും ബോഡീസുകളും ഉണ്ട്. അവരൊക്കെ വോളണ്ടറി ഓർഗനൈസേഷൻസിൽ പെടുത്താം. ഇവരൊക്കെ ആക്ച്വലി പല എക്സ്റ്റൻഷൻ വർക്കുകളും ടെക്നോളജീസുകൾ ഡിസമിനേറ്റ് ചെയ്യാനും ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസുകളോ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമങ്ങൾ ഇതാക്കുന്നുണ്ട്. നമ്മളിപ്പോ ഒരു പ്ലൂറലിസ്റ്റിക് എക്സ്റ്റൻഷൻ ആണ് ഫോളോ ചെയ്യുന്നത് അല്ലെ. പ്രൈവറ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സുകൾ ഒരുപാടുണ്ട്, പബ്ലിക് ആയിട്ടുള്ള ഗവൺമെന്റും ഉണ്ട്, അതല്ലാണ്ട് ഒരുപാട് സ്ട്രീമുകൾ ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള പല ഓർഗനൈസേഷൻസുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ആക്ടിവിറ്റീസുകൾ എളുപ്പം ഫാമേഴ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ നമ്മൾ വോളണ്ടറി ഓർഗനൈസേഷന്റെ അണ്ടറിൽ കൊണ്ടുവിടും. ഓക്കെ, അടുത്ത ചോദ്യം. ക്രോപ്പ് ഡെമോൺസ്ട്രേഷൻസ് വെർ ഫസ്റ്റ് ലേഡ് ഇൻ 1903 ബൈ GH ആക്സൺ, JP ലീഗൻസ്, സ്റ്റീവൻ എ കാപ്പ്, AT മോഷർ. ഈ പറയുന്ന ഏത് വ്യക്തിയാണ് ക്രോപ്പ് ഡെമോൺസ്ട്രേഷൻസ് ആദ്യം കൊണ്ടുവന്നത്? ഈ ചോദ്യം അറിയില്ലെങ്കിലും ഫാദർ ഓഫ് ഡെമോൺസ്ട്രേഷൻ ആരാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതറിയെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും. ആരായിരുന്നു ഫാദർ ഓഫ് ഡെമോൺസ്ട്രേഷൻ? മറന്നുപോയോ? നമ്മൾ ടീച്ചിങ് മെത്തേഡ്സുകളൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ. അതിൽ നമ്മൾ പഠിച്ചു ഇൻഡിവിജ്വലും ഗ്രൂപ്പ് മെത്തേഡുകളൊക്കെ പഠിച്ചു അല്ലെ. റിസൾട്ട് ഡെമോൺസ്ട്രേഷനും മെത്തേഡ് ഡെമോൺസ്ട്രേഷൻ ഒക്കെ പഠിച്ചു. ഡെമോൺസ്ട്രേഷന്റെ പിതാവ് ആരാണ്? സ്റ്റീവൻ എ കാപ്പ് ആണ്. ഇതിന് പിന്നിൽ ഒരു ഹിസ്റ്ററി ഉണ്ട്. പണ്ട് USA ഒക്കെ ആക്ച്വലി കൂടുതലും മെയ്സ്, കോൺ എന്ന് പറയുന്നത് അവരുടെ ഒരു സ്റ്റേപ്പിൾ ഫുഡ് ആണ് അല്ലെ. നമ്മൾ റൈസ് ഒക്കെ കഴിക്കുന്ന പോലെ. അപ്പോൾ കോണിന്റെ പല വേരിയൻസുകൾ ആക്ച്വലി ഗവേഷണം ചെയ്ത് കൂടുതൽ ഈൽഡിങ് ആയിട്ടുള്ളതും കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും ഒക്കെയുള്ള റിസർച്ചുകളൊക്കെ കണ്ടക്ട് ചെയ്ത് നല്ല വിത്തുകളൊക്കെ ഉണ്ടാക്കിയെടുത്തു, റിസർച്ചിലൂടെ ഡെവലപ്പ് ചെയ്തെടുത്തു. പക്ഷെ ഇത് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു ലിമിറ്റേഷൻസുകൾ, കൂടുതൽ ആൾക്കാർക്ക് സ്പ്രെഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ അറിയുന്നില്ല ഇതിനെപ്പറ്റി, ഇതിന്റെ വിത്തുകൾ അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ
സീമന ക്യാപ്പ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലൊരു ഇത് കൊണ്ടുവന്നു. അയോവ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ചലിക്കുന്ന ഒരു ട്രെയിന്, അതായത് അയോവയാണോ ഒഹിയോ സ്റ്റേറ്റ് ആണോ USA രണ്ട് സ്ഥലത്തേക്ക് ആക്ച്വലി കമ്മ്യൂട്ട് ചെയ്യുന്ന ഒരു ട്രെയിൻ ആണ് കേട്ടോ. അതിനകത്ത് കുറെ ആൾക്കാർ ട്രാവൽ ചെയ്യുമല്ലോ ഒരു ട്രെയിനിൽ. അപ്പൊ അവിടെ ഇതുപോലെ ഒരു പേപ്പർ വെച്ച് റോളർ ഫ്ലെക്സ് പോലത്തെ ഒരു സാധനം വെച്ചിട്ട് അതിലിങ്ങനെ പല കാര്യങ്ങളും, പുതിയൊരു വിത്തുണ്ട്, ഇതുപോലെയുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഉൽപാദനക്ഷമത ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി. ഒരു സഞ്ചരിക്കുന്ന ട്രെയിനിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, ഒട്ടും പരിചയമില്ലാത്ത പല പാസഞ്ചേഴ്സിന് ക്ലാസ്സുകൾ എടുക്കുന്നു. അതുവഴി എന്ത് ചെയ്യുന്നു, ഇതിന്റെ വിത്തുകൾ കൈമാറുന്നു. അപ്പൊ കുറെ ആൾക്കാരിലേക്ക് ഇത് എത്തുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ ആരും പരീക്ഷിക്കാത്തൊരു പുതിയൊരു മെത്തേഡായിരുന്നു അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, സീമന ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നു, ആൾക്കാരിലേക്ക് പഠിപ്പിക്കുന്ന ഒരു രീതി അദ്ദേഹം തുടങ്ങി വെച്ചു. സീഡ് കോൺ ട്രെയിൻ എന്ന് പറയുന്ന മെത്തേഡ് ആരാണ് തുടങ്ങി വെച്ചത് എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാലും സീമന ക്യാപ്പിനെ ഓർക്കുക കേട്ടോ. അപ്പൊ അത് ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസറും ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, എഡ്യൂക്കേഷൻ ഇസ് പ്രൊഡക്ഷൻ ഓഫ് ചേഞ്ച്. നമ്മള് പല രീതിയിലുള്ള ക്ലാസ്സുകളോ കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നു, അവർക്ക് ട്രെയിനിങ് എടുത്തു കൊടുക്കുന്നു, ബേസിക്കലി അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാണ്. ഈ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചേഞ്ച് ഇൻ നോളജ്, ആറ്റിറ്റ്യൂഡ്, ആസ്പിറേഷൻ, ബിഹേവിയർ. നോളജ് ആണോ? നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ബിഹേവിയറൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലെ ചേഞ്ച് ഇൻ നോളജ് ആണ്, ആറ്റിറ്റ്യൂഡ് ആണ്, അല്ലെ? ആസ്പിറേഷൻ എന്ന് പറയുന്നത് അയാൾക്ക് സ്വപ്നം കാണാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതൊക്കെയാണ് വരുന്നത്. ഇതെല്ലാം ബിഹേവിയറിന് അണ്ടറിൽ കൊണ്ടിട്ടു. അപ്പൊ നമ്മള് നോളജ് മാത്രമായിരിക്കുമോ? അല്ല. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ അവർ ബിഹേവിയറൽ ചേഞ്ചസുകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. നമ്മൾ ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തിരുന്നു, ഫംഗ്ഷൻ ഓഫ് എക്സ്റ്റൻഷൻ ഈസ് ടു ബ്രിങ് അബൌട്ട് ഡിസൈറബിൾ ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ബിഹേവിയർ ബൈ മീൻസ് ഓഫ് എഡ്യൂക്കേഷൻ, അല്ലെ? ഒരു വ്യക്തിന്റെ ബിഹേവിയർ എഡ്യൂക്കേഷൻ വഴി ചേഞ്ച് ചെയ്യാന്നാണ്. എന്തൊക്കെയാണ് ബിഹേവിയറിലുള്ള ചേഞ്ചസുകൾ അളക്കാനുള്ള മാർഗങ്ങൾ? അവരുടെ നോളജിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അതിനാണ് നമ്മൾ പ്രീ ആയിട്ട് ഒരു ടെസ്റ്റ് കൊടുക്കും, പോസ്റ്റ് ടെസ്റ്റ്, ഒരു ട്രെയിനിങ് കഴിഞ്ഞിട്ടും അവരുടെ നോളജിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്ന്, അല്ലെ? അങ്ങനെ പ്രീ ടെസ്റ്റ്, പോസ്റ്റ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. സ്കില്ല്, അവർ ചെയ്യുന്ന പ്രാക്ടീസുകൾ മാറ്റിയിട്ടുണ്ടോ? SRI മെത്തേഡ് പഠിപ്പിച്ചു, എന്നിട്ട് പിന്നെയും പഴയ രീതിയിൽ കണ്ടം പൂട്ടിയിട്ടാണോ നെല്ല് നടുന്നത്, അല്ലെങ്കിൽ SRI പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ചേഞ്ച് ഇൻ സ്കിൽ അളക്കുക. ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ്, അവരുടെ സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും. നമ്മൾ അവരോട് ചോദ്യം ചോദിക്കുന്ന അനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ചേഞ്ച് ഇൻ അണ്ടർസ്റ്റാൻഡിങ്, ഗോള്, അവര് ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഗോള്, ഒബ്ജക്റ്റീവ്, എയിം, ഈ പറയുന്ന 3 കാര്യങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഗോൾ എന്ന് പറയുന്നത് നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്തെ മയിൽക്കുറ്റികൾ കാണാറില്ലേ? നിങ്ങളൊരു സ്ഥലത്ത് എത്താനായിട്ട് 114 കിലോമീറ്റർ, ഇനി 60 കിലോമീറ്റർ, അങ്ങനെ പറയുന്നതാണ് ഗോൾ എന്ന് ഓർത്ത് വെക്കുക. ചില സ്ഥലങ്ങൾ എത്തുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് പോകാനായിട്ട്, ഗുരുവായൂർക്ക് പോകാനായിട്ട് ലെഫ്റ്റ് എടുക്കൂ, അല്ലെങ്കിൽ മംഗലാപുരത്തേക്ക് പോകാനായിട്ട് റൈറ്റ് എടുക്കൂ എന്ന് പറഞ്ഞിട്ടൊക്കെ ബോർഡുകൾ കാണാറില്ലേ? അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, നമുക്ക് ഡയറക്ഷൻ തരികയാണ്. എയിം എന്ന് പറയുന്നത് വളരെ ബ്രോഡ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ഫാമേഴ്സിന്റെ നോളജ് കൂട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എയിമിൽ വരുന്നത്. അപ്പൊ ഗോള് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുക, പിന്നെ ആക്ഷൻ ചേഞ്ച് ചെയ്യുക, കോൺഫിഡൻസ് ചേഞ്ച് ചെയ്യുക. ഇതെല്ലാം കോൺഫിഡൻസിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം ബിഹേവിയറിന്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, അവരെ ബിഹേവിയർ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്താണ്, ക്വസ്റ്റ്യൻ കുറച്ച് തിരിച്ചു ചോദിച്ചു എന്ന് മാത്രം. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ബേസിക് അസംഷൻ ഫോർ പ്ലാനിങ് എക്സ്റ്റൻഷൻ പ്രോഗ്രാം? പല പ്രോഗ്രാമുകളും നമ്മൾ ആസൂത്രണം ചെയ്യാറുണ്ട്, അതിനൊക്കെ ഒരു ബേസിക് അസംഷൻ വെക്കുന്നുണ്ട്. അതിൽ വരാത്തത് എന്താണ് എന്നാണ് ചോദ്യം. അസംഷൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, അത് ഈ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് പഠിക്കാം. എന്തിനാണ് നമ്മൾ ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രിവെയിലിംഗ് കണ്ടീഷൻസ് ആർ നോട്ട് ആസ് ദേ ഷുഡ് ബി. ഇപ്പൊ ഉള്ള കണ്ടീഷൻ പോരാ, വേറൊരു കണ്ടീഷൻ വേണം എന്നുള്ള ഒരു അസംഷനോടെ ആയിരിക്കുമല്ലോ നമ്മൾ ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആയിരിക്കാം അല്ലെ? ആ ഓപ്ഷൻ ശരിയാണെന്ന് നമുക്ക് വരുത്താം അല്ലെ. രണ്ടാമത്തെ, പീപ്പിൾ നീഡ് ദ ഗൈഡൻസ് ഓഫ് ലോക്കൽ ലീഡേഴ്സ്, അല്ലെ? നമുക്ക് ലോക്കൽ ലീഡേഴ്സിന്റെ സഹായത്തോടെ പല പ്രോഗ്രാംസുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ശരിയാണ്. ചേഞ്ച് ഇസ് എ പ്രീ റിക്വസൈറ്റ് ഫോർ പ്രോഗ്രസ്. മാറ്റം അനിവാര്യമാണ് അല്ലെ? നമ്മുടെ എനിക്ക് ആ സെന്റൻസ് മറന്നുപോയി, ബരാക് ഒബാമയുടെ വൈഫ് പറഞ്ഞ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു, എനിക്കിപ്പോ ഓർമ്മയിൽ കിട്ടുന്നില്ല.
അല്ലെ? മാറ്റം വളരെ അനിവാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് പ്രാഞ്ചേട്ടനൊക്കെ ഓർക്കാം അല്ലെ? അപ്പൊ ചേഞ്ച് ഇസ് എ പ്രീ റിക്വസൈറ്റ് ഫോർ പ്രോഗ്രസ്. അടുത്ത ഓപ്ഷൻ എന്താ പറയുന്നത്? നോ ഓൾട്ടർനേറ്റീവ് ഇസ് അവൈലബിൾ. പ്രത്യേകിച്ച് ഇതിനൊരു മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല, ഇത് ഇങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? അഗ്രികൾച്ചർ പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറെ ആൾക്കാർ എക്സാം എഴുതുന്നുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുമോ? ഇല്ല. ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ആണ്. നമുക്ക് ക്ലാസ്സുകൾ ഉണ്ട്, നമുക്ക് സീരീസ് ടെസ്റ്റുകൾ ഉണ്ട്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബാക്കിയുള്ളവരെ പോലെ തന്നെ കോമ്പിറ്റന്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സീറ്റ് നേടിയെടുക്കാൻ കഴിയും അല്ലെ? ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരണം അല്ലെ? ഓൾട്ടർനേറ്റീവ്സ് പോസിബിൾ ആണ്. ഓൾട്ടർനേറ്റീവ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന സമയം എക്സ്റ്റൻഷൻ പ്രോഗ്രാം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല, ഒരു പ്ലാൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഓൾട്ടർനേറ്റീവ്സ് പോസിബിൾ ആണെന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമേ നമുക്ക് പ്രോഗ്രാംസുകൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ? ആ ചോദ്യത്തിന് തന്നെ ഉത്തരമുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ